ഗുഡ് ഈവനിങ് ഓൾ. എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ വീക്കിലെ മാർക്കറ്റ്? എല്ലാവരും നല്ല രീതിയിലുള്ള ട്രേഡ്സ് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കണം. സോ എല്ലാവരും താഴെ കമൻ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുക അല്ലേ. നമ്മൾ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പോൾ SMC ബേസ്ഡുള്ള എൻട്രീസ് നമ്മൾ പറയുന്നുണ്ട്, ബ്രേക്ക് ഔട്ട് ട്രേഡ്സ് നമ്മൾ പറയുന്നുണ്ട്, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യുന്ന ട്രേഡുകൾ എങ്ങനെയാണ് നിങ്ങൾ നോക്കുക. ഇതൊക്കെ നമ്മൾ ഡെയിലി ഡിസ്കസ് ചെയ്ത് ഡെയിലി ട്രേഡ്സ് എങ്ങനെയാണ് എടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം അല്ലേ. അപ്പോൾ എന്നും വേണ്ടത് എന്താണ്, മന്ത് എൻഡിലേക്കും ഡെയിലി നമുക്കൊരു റിസ്ക് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എത്ര വലിയ കൺസെപ്റ്റ് പഠിക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല, മനസ്സിലാവും. നിങ്ങൾ എനിക്കത് പഠിക്കണം അല്ലേ, ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ബേസ്ഡ് അല്ലെങ്കിൽ ICT SMC ഇങ്ങനെ ഓരോരോ കേസസ് നിങ്ങൾക്ക് ഇങ്ങനെ പഠിക്കണം. എന്തൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാലും പ്രോപ്പർ റിസ്കിനെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, ക്യാപിറ്റലിനെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇതിൽ ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്, മനസ്സിലാവും. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഈ പറയുന്നത് നമ്മുടെ ഈ ജേണിയിലേക്ക് നോക്കിയാലും നിങ്ങൾക്ക് അറിയാം പ്രോപ്പർ റിസ്ക് മാനേജ്മെൻറ്റ് ഉണ്ട് അല്ലേ. മൈൻഡ് സെറ്റ്, പേഷ്യൻസ് എല്ലാം നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മൈൻഡ് സെറ്റാണ്, ഇമോഷനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമില്ല അല്ലേ. അപ്പോൾ ഇത് അതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കുക. എന്നിട്ട് വേണം എന്നും മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇരിക്കാനായിട്ട് അല്ലേ. ചില ദിവസങ്ങളിൽ മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള പ്ലാൻസ് ഉണ്ടാവും. നമ്മളെടുക്കുന്ന ബ്രേക്ക് ഔട്ട് ട്രേഡ്സുകൾ ചില ദിവസം എസ് എൽ നമുക്ക് തരുന്നുണ്ടാവും അല്ലേ. ചിലപ്പോൾ നമ്മളെടുക്കുന്ന റീടെസ്റ്റ് എൻട്രീസ്, ഇപ്പോൾ നല്ല കൺഫർമേഷൻ എൻട്രീസ് നോക്കുമ്പോൾ ചിലപ്പോൾ അതിൽ നമുക്ക് SL ബേസ് ഉണ്ടാവും. സോ അതിൻ്റെ ഒപ്പം എഗെയിൻ മാർക്കറ്റായിട്ട് ഫൈറ്റ് ചെയ്യാതെ എന്ത് ചെയ്യാം, പ്രോപ്പറായിട്ട് ഓക്കെ ഫൈൻ, ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഒരു ട്രേഡ് എടുത്തു, സോ അത് ഫെയിലായി, അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, എനിക്കിന്ന് ഞാൻ എത്രയാണോ എൻ്റെ ലോസ് വെച്ചിട്ടുണ്ടായിരുന്നത് ആ ലോസാണ് എനിക്ക് വന്നിട്ടുള്ളത്. സോ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് നിങ്ങൾ ഉണ്ടാക്കാം. നാളെ ഈ മാർക്കറ്റ് അവിടെ ഉണ്ട്, ഇന്ന് ഞാൻ ട്രേഡ് എഗെയിൻ അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ റിസ്ക് കഴിഞ്ഞു, എഗെയിൻ ഞാൻ പിന്നെയും ട്രേഡ് ചെയ്യണം, മനസ്സിലാവും. അപ്പോൾ എല്ലാ ദിവസവും ട്രേഡ് എടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലും നമുക്ക് പ്രോപ്പറായിട്ട് എന്താണോ നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ്, ആ മെത്തേഡിലേക്ക് മാർക്കറ്റ് വരട്ടെ എങ്കിൽ മാത്രം ട്രേഡ് ചെയ്യുക. അതാണ് പ്രോപ്പറായിട്ടൊരു സിസ്റ്റം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഓപ്ഷൻ ബൈങ്ങിലാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത്രയും ഡിസിപ്ലിൻഡ് ആയിട്ട് പോകേണ്ട കേസാണ്. നിങ്ങൾ ഈ ഒരു എക്സിക്യൂഷൻസ് കാര്യങ്ങൾ കറക്റ്റ് ഡിസിപ്ലിൻഡ് ആയിട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിൽ നല്ലൊരു ഗ്രോത്തും കരിയറും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സോ അതിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് ഇതുവരെ എന്ന് ഞാൻ വിശ്വസിക്കണം. സോ എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ വീക്ക്? എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവരും കമൻറ്റിൽ അപ്ഡേറ്റ് ചെയ്യുക. നമ്മൾ ട്രേഡ്സിൽ എന്തൊക്കെയാണ് നമ്മുടെ പ്ലാൻ ബേസ് ചെയ്ത് നിങ്ങൾ ബ്രേക്ക് ഔട്ട് ട്രേഡ്സ് എടുത്തിട്ടുള്ള ആളുകളും അതേപോലെ SMC ബേസ് ചെയ്തിട്ട് എൻട്രി എടുത്തിട്ടുള്ള ആളുകൾക്ക് എന്താണ് കറൻ്റ് ഉള്ള സിറ്റുവേഷൻസ്, നിങ്ങൾ എന്തൊക്കെയാണ് അവിടെ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ്, സോ അതെല്ലാവരും അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്യാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും അപ്ഡേറ്റ് ചെയ്യാൻ മറക്കണ്ട. സോ അടുത്ത വീക്കിലേക്ക് എന്താണ് മാർക്കറ്റിൻ്റെ കണ്ടീഷൻ എന്താ അറിയും അല്ല. അടുത്ത വീക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഓൾറെഡി ഇപ്പോൾ ഡെയിലി ഡിമാൻഡിൽ നിന്ന് നല്ല രീതിയിലൊരു പുഷ് ക്രിയേറ്റ് ചെയ്ത് മേളിലേക്ക് പോവാണ്. സോ എന്ത് സംഭവിക്കും, അതല്ല എല്ലാവരുടെ ക്വസ്റ്റ്യൻ. നാളെ എന്ത് ചെയ്യണം, നാളെ എങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് നോക്കണം, എങ്ങനെ പ്ലാൻസ് നോക്കണം അല്ലേ. സോ അധികം പറഞ്ഞ് വലിച്ചിടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. വാ. കഴിഞ്ഞ വീക്കിൽ നല്ലൊരു മൊമെൻറ്റം മാർക്കറ്റ് മേളിലേക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. സോ എന്തായിരുന്നു നമ്മളുടെ പ്ലാൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. കാണാത്തവർ എന്ത് ചെയ്യുക, പ്രീവിയസ് ഓരോ ദിവസത്തെ ഡേ ബൈ ഡേ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ദിവസത്തെയും പ്ലാൻസും എക്സിക്യൂഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഇന്ന് എന്താണ് കറണ്ട്ലി നമുക്ക് ഇനി ഒരു വീക്കിലേക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻസ് എന്താണ്? നോർമലി നോക്കിയാൽ ബാങ്ക് നിഫ്റ്റി ഏകദേശം ഈ പറയുന്ന സോണിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തൊരു കണ്ടീഷനിൽ മാർക്കറ്റ് കണ്ടിന്യൂഷൻ വരികയാണെങ്കിൽ എന്താ, ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി. സോ അവിടെ നല്ലൊരു ഫൈറ്റ് ഇവിടെ കണ്ടോ, നല്ല രീതിയിലുള്ളൊരു റിജക്ഷൻ ക്യാൻഡിൽ നേരത്തെ വന്നിട്ടുള്ള സോണാണ്. സോ നല്ലൊരു റിജക്ഷൻ മാർക്കറ്റിൽ നേരത്തെ അവിടെ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഇവിടെ മേജറായിട്ട് മാർക്കറ്റിലൊരു ഡിമാൻഡായിട്ട് കൺസിഡർ ചെയ്യാൻ നമ്മൾ ഈ ഒരു സോണാണ് അല്ലേ. ഇതായിരുന്നു മാർക്കറ്റിൽ മേജറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഡിമാൻഡ് സോൺ എന്ന് പറഞ്ഞാൽ അല്ലേ. സോ ഈ ഒരു ഡിമാൻഡ് സോണിൽ നിന്നാണ് നമ്മൾ മേളിലേക്കുള്ള കണ്ടിന്യൂഷൻ മാർക്കറ്റ് തന്നിട്ടുള്ളത് അല്ലേ. പ്രോപ്പറായിട്ട് ഡിമാൻഡിൽ വന്നു, റിയാക്ട് ചെയ്തു, കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് മേളിലേക്ക് പോകും. സോ ഇവിടെയൊക്കെ അതേപോലെ തന്നെ ഇമ്പൾസീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റും ഉണ്ട്. സോ ഇവിടുത്തെ പ്ലാൻസ് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ലോ ടൈം ഫ്രെയിമിലേക്ക് പോകുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കണ്ടോ, അപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നു. സോ ഇവിടെ ഒരു കണ്ടിന്യൂഷൻ നോക്കാനാണെങ്കിൽ ഇവിടെ ഡെയിലി നോക്കാൻ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത കഴിഞ്ഞ വീക്ക് പറഞ്ഞ കാര്യം തന്നെയാണ് അല്ലേ. ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ. സോ എഗെയിൻ പോകണമെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യണം, ഹയർ ഹൈ എന്നുള്ള കണ്ടീഷനിലേക്ക് മാർക്കറ്റ് ത്രൂട്ട് പുതിയൊരു ഹയർ ഹൈ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് അല്ലേ. സോ ഇവിടെ മാർക്കറ്റിൻ്റെ ഒരു സ്ട്രെങ്ത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ്, ഇവിടെ ത്രൂട്ട് മാർക്കറ്റ് റിജക്ഷൻ വന്നു. ഇവിടെ നല്ലൊരു റേഞ്ച് മാർക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് മാർക്കറ്റ് നല്ലൊരു
മൊമെൻറ്റം മുകളിലേക്ക് തന്നിട്ടുള്ളത് അല്ലേ. സോ അതുപോലെ തന്നെ മാർക്കറ്റിലൂടെ ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു അല്ലേ. ആ ഇംബാലൻസസ് ഒക്കെ മാർക്കറ്റ് കംപ്ലീറ്റ്ലി ടേക്ക് ചെയ്തിട്ട് ആ ഒരു ഓർഡർ ബ്ലോക്കിൽ വന്ന് നിൽക്കുകയാണ്. ഡെയിലി ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് എടുക്കാനാണെങ്കിൽ ഇത് ഇന്ത്യൻ സ്ട്രക്ചറിനുള്ളിലുള്ള ഓർഡർ ബ്ലോക്കിൻ്റെ കേസാണ്. ഇത് നമുക്ക് എടുക്കാം. സോ ഇത് 1 അവറിലേക്കൊക്കെ വരുമ്പോൾ ഒരു OBA കറക്റ്റായിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും. സോ ഇതാണ് നമുക്ക് മേജർ ആയിട്ടുള്ളൊരു സോൺ. സോ ഇവിടെ നിന്നാണ് നല്ലൊരു അഗ്രസീവ് സെൽ ഓഫ് മാർക്കറ്റ് തന്നിട്ടുള്ളത്. സോ ഇവിടെ നല്ലൊരു സെൽ ഓഫ് എഗെയിൻ മാർക്കറ്റ് തരാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. തന്നൊന്നും യാതൊരു നിർബന്ധമില്ല, തരാനുള്ള പ്രോബബിലിറ്റി മാർക്കറ്റിലുണ്ട്. സോ അതുകൊണ്ട് തന്നെ നാളെ പുട്ട് ഓപ്ഷൻ മേടിച്ച് വെക്കാനോ അങ്ങനെയൊന്നുമല്ല, ചാൻസസ് ഉണ്ട് മാർക്കറ്റ് ഈ ലോ ടാർഗറ്റ് ചെയ്യാം. ഈ പറയുന്ന ഇവിടെ ഇംബാലൻസ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. ഇവിടെ ഇംബാലൻസ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തു, തിരിച്ചു വന്ന് അത് ടേക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ഇംബാലൻസോട് തന്നെയാണ് മാർക്കറ്റ് അഗ്രസീവായിട്ട് ബൈ ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു സോണിൽ മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക എന്നുള്ള വരുന്ന ദിവസങ്ങളിൽ നമുക്ക് നോക്കാം. സോ ഡെയിലി നോക്കാന്നുണ്ടെങ്കിൽ മേജറായിട്ട് മാർക്കറ്റിൻ്റെ ഒരു ഹൈ എന്ന് പറഞ്ഞാൽ ഇതും മേജറായിട്ടുള്ള ലോ ഇതുമാണ്. സോ ഈ ഒരു ലോ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതൊരു വീക്ക് ലോ ആണ്. ഈ ലോയിനെ ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി മാർക്കറ്റിന് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യുന്നത് വരെ ആ ഒരു ലോയിനെ മാർക്കറ്റ് ക്രോസ് ചെയ്യാനുള്ള കണ്ടീഷൻ ഹൈ ആണ്, മനസ്സിലാവും. സോ ഒരു സപ്ലൈ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്, ഒരു സെൽ ഓഫ് നമുക്ക് തരാനുള്ള സോൺ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കറൻ്റ്ലി ഈ ഒരു സോണാണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. കണ്ടോ, ഈ ഒരു സോണാണ് സെൽ ഓഫ് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. സോ ഇതാണ് കറൻ്റ്ലി നമ്മുടെ ഡെയിലി മാർക്കറ്റിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2 ലെവൽസാണ്. ഓക്കെ, സോ ഇനി നമുക്ക് അതിൻ്റെ നേരെ 1 അവറിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ 1 അവറിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് എന്താണ് കണ്ടീഷൻ കണ്ടോ. 1 അവർ പ്രോപ്പറായിട്ട് ഇതിനുള്ളിലൊരു ഡയറക്ഷൻ മൂവ് കൊണ്ടുപോകുന്നുണ്ട് അല്ലേ. മാർക്കറ്റ് ഇവിടെ നിന്ന് ഹൈ ലോ അല്ലേ, ഹയർ ഹൈ ഹൈ ഉള്ള ഇവിടെ വന്നു. എഗെയിൻ ഇവിടെ നിന്ന് മാർക്കറ്റ് ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ. ഇവിടുത്തെ ഇംബാലൻസ് ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം. കണ്ടോ, പ്രോപ്പറായിട്ട് മാർക്കറ്റ് അവിടെ വന്നു, ടാപ്പ് ചെയ്തു. സോ ഇവിടെ ഒരു മേജർ ലെവലായിട്ട് നമുക്കൊരു ഒരു റെസിസ്റ്റൻസ് ലെവലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുക ഈ ഒരു ലെവലാണ്. സോ ഈ ഒരു ലെവൽ വരെ മാർക്കറ്റ് പോകാനുള്ള പോസിബിലിറ്റി മാർക്കറ്റിനുണ്ട് അല്ലേ. കാരണം ഇവിടെ നിന്ന് മാർക്കറ്റ് 1 അവറിലൊരു ബ്രേക്ക് ഔട്ടിന് ശേഷം ഇവിടെ നിന്നാണ് ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള മൊമെൻറ്റം വന്നിട്ടുള്ളത് അല്ലേ. ഇവിടെയാണ് മാർക്കറ്റ് ഒരു ഇമ്പൾസീവ് മൊമെൻറ്റം താഴേക്ക് തന്നിട്ടുള്ളത് ബ്രേക്ക് ഔട്ടിന് ശേഷം അല്ലേ. അതേപോലെ ഇവിടെയും മാർക്കറ്റ് പ്രോപ്പറായിട്ടൊരു ഇമ്പൾസീവ് ആയിട്ടുള്ളൊരു മൊമെൻറ്റം മാർക്കറ്റ് ഈ ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷം തന്നതായിട്ട് നമുക്ക് കാണാം അല്ലേ. ഇവിടെ രണ്ടിടത്തൊരു ബ്രേക്ക് ഔട്ടിന് ശേഷം ഇമ്പൾസീവായിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ 1 അവറിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ മേജറായിട്ടൊരു സപ്ലൈ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും, നല്ലൊരു റിജക്ഷൻ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന സോൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു സോൺ തന്നെയാണ്. മാർക്കറ്റ് ഒരു ക്യാൻഡിൽ സ്റ്റിക്സ് പുൾ ബാക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് അല്ലേ. ഒരു റീടെസ്റ്റ് വേണമെങ്കിൽ മാർക്കറ്റിന് എന്ത് ചെയ്യാം, ഒന്നുകിൽ മാർക്കറ്റ് ഈ ഒരു റെഡ് ലൈനെ ബ്രേക്ക് ചെയ്ത് പോകുകയാണെങ്കിൽ അത് ഓൾട്ടൈ ഹൈയിലേക്കുള്ള കണ്ടീഷനാണ്. കാരണം ഡെയിലി പ്ലാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഓൾട്ടൈ ഹൈ ആണ്. സോ ഇങ്ങോട്ടേക്ക് പോകാനുള്ള പ്രോബബിലിറ്റിയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റാം അല്ലേ. എന്തായാലും ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, സോ ഇവിടെ നിന്ന് ഒരു ക്യാൻഡിൽ സ്റ്റിക്സ് താഴേക്ക് വന്നാൽ ഈ റീടെസ്റ്റ് എടുത്ത് താഴെ വന്നാൽ ഇവിടെ ഒരു കറക്ഷൻ മാർക്കറ്റ് തരണം അല്ലേ. അപ്പം അങ്ങനെ ഒരു കറക്ഷൻ തരികയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് തന്നിരിക്കുന്നതിൻ്റെ ലോ കണ്ടോ, ഈ ലോയിൽ നിന്ന് നമുക്കൊരു 50 ഇക്വിലിബ്രിയത്തിലേക്ക് നമുക്ക് പ്ലാൻ ചെയ്യാം കണ്ടോ. അപ്പോൾ അതിനുശേഷം മാർക്കറ്റ് തരികയാണെങ്കിൽ കേട്ടോ, അത് നമുക്ക് കൺഫർമേഷൻസ് വേണം, അത് ഓൺ ടൈമിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഈ പറയുന്ന ലെവൽ അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ എങ്ങനെയാണ് ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ ക്രിയേറ്റ് ചെയ്തു, ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ ക്രിയേറ്റ് ചെയ്തു, എഗെയിൻ മാർക്കറ്റ് പുതിയൊരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു. സോ പോസിബിലിറ്റി എന്താണ്, മാർക്കറ്റ് ഒരു ലോ ക്രിയേറ്റ് ചെയ്തു അല്ലേ. മാർക്കറ്റ് ത്രൂ ഔട്ട് ഇങ്ങനെ ബുള്ളിഷായിട്ട് പോകുന്ന കണ്ടീഷൻ വളരെ റെയറാണ്. സോ എഗെയിൻ മാർക്കറ്റിൽ ഒരു റീടെസ്റ്റ് തരാൻ പോസിബിലിറ്റി ഉള്ള സ്ഥലമാണെന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇതാണ് മാർക്കറ്റ് പോസിബിലിറ്റി ഉള്ള ഒരു സോണായിട്ട് നിൽക്കുന്നത്. ഈ ഒരു സോണിനെ മാർക്കറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ മാർക്കറ്റ് എക്സ്ട്രീംലി ബുള്ളിഷായിട്ട് മാർക്കറ്റ് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ കറക്റ്റീവായിട്ട് മോഡറേറ്റ്ലി മാർക്കറ്റ് എന്ത് ചെയ്യണം, താഴേക്ക് വന്ന് എഗെയിൻ മാർക്കറ്റ് പോകാനാണെങ്കിൽ ഫസ്റ്റ് സോണ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു സോണിലേക്ക് നമുക്ക് ഡെയിലി 1 അവറിൻ്റെ കണ്ടീഷനിൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്, മനസ്സിലാവും. അപ്പോൾ ഈ ലെവൽസിനുള്ളിൽ ചിലപ്പോൾ മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്യാം, എന്ത് സംഭവിക്കാം. സോ അത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ മാത്രം ഡെയിലി അപ്ഡേറ്റ്സിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് പോകാം. സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ലെവൽസ് കേട്ടോ, നമുക്കിവിടെ 60, 50 ഈ 2 ലെവൽസ് നമുക്ക് കൺസിഡർ ചെയ്യാം, മനസ്സിലാവും. സോ ഇവിടെ ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ, റീടെസ്റ്റിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ ഇതാണ്, മനസ്സിലാവും, ഫസ്റ്റ് കണ്ടീഷൻ മാത്രം. സോ ഇവിടെ നിന്നൊരു റിവേഴ്സൽ കിട്ടിയാൽ നിങ്ങൾക്ക് ഇവിടം വരെ ഒരു ട്രേഡ് പ്ലാൻ പുട്ട് സൈഡിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ വീക്കിലി കേസ് ആണോ ഞാൻ പറയണേ, നാളെ രാവിലെ അല്ല, വീക്കിലി കേസ്. ഡെയിലി നിങ്ങൾക്ക് ഇങ്ങോട്ട് എക്സ്പെക്ട് ചെയ്തിട്ടൊരു പ്ലാൻസ് 1 അവറിന് നോക്കാൻ വേണ്ടി പറ്റും. സോ ഇവിടെ മേജറായിട്ട് 1 അവർ നമ്മളിപ്പോൾ ഡെയിലി നോക്കിയിട്ടുണ്ടായിരുന്നു, ഡെയിലി ബൈയിങ് സോൺ ഇതാണെങ്കിലും അതിനുള്ളിൽ 1 അവറിലൊരു ബൈയിങ് സോണായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുക ഈ ഒരു സോണാണ് കണ്ടോ. ഈ ഒരു സോണാണ് നമുക്ക് 1 അവറിൽ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാം കണ്ടോ. അപ്പോൾ ഈ ഒരു സോണിൽ നിന്ന് നമുക്ക് എഗെയിൻ
എന്ത് ചെയ്യാം, ഇവിടെ വന്ന് മാർക്കറ്റ് റിവേഴ്സൽ ഒന്നും തന്നില്ലെങ്കിൽ എഗെയിൻ മാർക്കറ്റ് എന്ത് ചെയ്യും, ഈ ഒരു സോണിൽ വന്ന് റിവേഴ്സൽ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്, ഇവിടെ തന്നില്ലെങ്കിൽ മാത്രം അല്ലേ. അപ്പോൾ ഇവിടെ ഈ മാർക്കറ്റ് തരാതെ ഈ രണ്ട് ലെവലിൽ നോക്കിയാൽ നിങ്ങൾക്ക് ചെറിയൊരു സ്കാൽപ്പിങ് താഴേക്ക് നോക്കാം. എഗെയിൻ ഇവിടെ നിന്ന് വേണമെങ്കിൽ മാർക്കറ്റ് വളരെ അഗ്രസീവായിട്ട് പോകാനുള്ള കണ്ടീഷൻ വളരെ ഹൈ ആണ്. കാരണം 1 അവറിലും ഇവിടെ പ്രോപ്പറായിട്ട് ഇമ്പൽസീവായിട്ടുള്ള മൊമെൻറ്റവും ഇംബാലൻസസ് മാർക്കറ്റിലുണ്ട്. സോ ഇവിടെ നല്ലൊരു ഫൈറ്റിംഗ് ക്യാൻഡിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഏത് ഈ ബൈയിങ് സോൺ ട്ടോ, മറക്കണ്ട, ഞാൻ ഈ പറയുന്നതെല്ലാം ഈ ആൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണോ 1 അവറിൻ്റെ. ഞാൻ ജസ്റ്റ് അതൊന്ന് മാർക്ക് ചെയ്യാം എന്താണെന്നുള്ളത്. 1 അവറിൻ്റെ ഈ ഒരു കണ്ടീഷനിൽ മാത്രമാണ്, അവിടെ റിവേഴ്സൽ തന്നാൽ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന താഴേക്കുള്ള കണ്ടീഷനൊക്കെ നെക്സ്റ്റ് വീക്സിൽ നോക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഇതാണ് കണ്ടീഷൻ. ലെവൽസ് നോട്ട് ചെയ്ത് വെക്കുക, നിങ്ങൾ പ്ലോട്ട് ചെയ്ത് മനസ്സിലാക്കി വെക്കുക. ലെവൽസ് എവിടെയാണ്? 48,251, 48,65. ഈ പറയുന്ന രണ്ട് ലെവലുകളാണ്. പിന്നീടുള്ള ലെവലാണ് ഈ പറയുന്ന സോണായിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് മേജർ ആയിട്ടുള്ള സോൺ. സോ താഴേക്ക് വന്നാൽ ഉള്ള കണ്ടീഷൻ ക്ലിയർ ആയാലും നിങ്ങൾക്ക് ഒരു ട്രെൻഡ്, സിമ്പിളായിട്ട് ട്രെൻഡ് കണക്ട് ചെയ്ത് നോക്കിയാൽ മതി, വേറെ ഒന്നുമില്ല ഇവിടെ. സിമ്പിളായിട്ട് ട്രെൻഡ് കണക്ട് ചെയ്ത് നോക്കിയാൽ മതി. കണ്ടോ, അത്രേ ഉള്ളൂ സംഭവം. മനസ്സിലാവും, മാർക്കറ്റിനൊരു ഡയറക്ഷൻ ഉണ്ടാവും എപ്പോഴും അല്ലേ. അപ്പോൾ അവിടെ വേറെ എന്തൊക്കെ ഡിസിഷൻ എടുക്കുക എന്നുള്ള കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതി. മനസ്സിലാവും. സോ ഇതാണ് 1 അവറിൻ്റെ കണ്ടീഷൻ. ഇനി നമുക്കൊന്ന് 15 മിനിറ്റിലേക്ക് പോവുകയാണെങ്കിൽ 15 മിനിറ്റിൽ മാർക്കറ്റ് കണ്ടോ, ഇവിടെ നിന്ന് ത്രൂട്ട് ബുള്ളിഷാണ് മാർക്കറ്റ് അല്ലേ, എക്സ്ട്രീംലി ബുള്ളിഷാണ് മാർക്കറ്റ്. സോ അതിനുശേഷം മാർക്കറ്റ് എന്താണ് ഈ പറയുന്ന കണ്ടീഷനിൽ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് തന്നിട്ടുണ്ട്. യെസ്, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് തന്നിട്ടുണ്ട്. യെസ്, കണ്ടോ, എഗെയിൻ മാർക്കറ്റിലൊരു മേജർ ബൈയിങ് സോണായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. അതിനുശേഷം കണ്ടോ താഴേക്ക് വന്നത് ഇവിടെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു മേജർ സോൺ നമുക്ക് കൺസിഡർ ചെയ്യാം, ഇതൊരു ബൈയിങ് സോണായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. മനസ്സിലായോ? സോ ഇനി മാർക്കറ്റ് പോസിബിലിറ്റി ഇവിടെ നിന്ന് റിജക്റ്റ് ചെയ്യാൻ 2 റീസൺസ് ഉണ്ട്. ഇപ്പം നിൽക്കുന്ന ഈ ഒരു സോണിൽ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്യാം, 15 മിനിറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 15 മിനിറ്റിൻ്റെ ലെവൽസ് നമുക്കൊന്ന് പ്ലോട്ട് ചെയ്യാം. ഓക്കെ, 15 മിനിറ്റിൽ നമുക്ക് ഇക്വിലിബ്രിയം എന്തായാലും കണക്ട് ചെയ്യുകയാണെങ്കിൽ 1 അവറിൻ്റെ പ്ലാനിലേക്ക് നിങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ പറയുന്ന 15 മിനിറ്റ്, ഈ പറയുന്ന 15 മിനിറ്റ് ഇക്വിലിബ്രിയത്തിൽ മാർക്കറ്റ് ഓൾറെഡി വന്നിട്ട് മാർക്കറ്റ് നിൽക്കുകയാണ് എഗെയിൻ ഈ 2 സോൺ. യെസ്, അപ്പോൾ 15 മിനിറ്റിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഈ സോൺസ് ആണ്. സോ ഈ ഒരു ലോയിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 15 മിനിറ്റിൽ മാർക്കറ്റിൽ എന്താണ്, ഓക്കെ ഇതിൻ്റെ കളർന്ന് ഞാൻ ചേഞ്ച് ചെയ്യാം, ബ്ലാക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ലോയിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, സോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴേക്ക് പ്ലാൻ ചെയ്യാം. നമ്മുടെ ഈ ഒരു ലെവലിലേക്കുള്ള കൺഫർമേഷനാണ് 15 മിനിറ്റിൽ ഫസ്റ്റ് കിട്ടുക. മനസ്സിലാവും, ഈ ലെവൽസിൽ കിട്ടുക. മനസ്സിലാവും. സോ ഇവിടെ കൺഫർമേഷൻ കിട്ടിയാൽ മാത്രം നിങ്ങൾക്ക് എന്താ 15 മിനിറ്റിൻ്റെ പ്ലാൻ ഇപ്പോൾ കറൻ്റ്ലി നോക്കുകയാണെങ്കിൽ 2 പ്ലാൻസ് ഉള്ളത്. എന്താ, ഇവിടെ വന്നു മാർക്കറ്റ് ലോ ക്രിയേറ്റ് ചെയ്തു, പുതിയൊരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, മാർക്കറ്റ് അഗൈൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണം അല്ലേ, അല്ലെങ്കിൽ മാർക്കറ്റ് ഇതേപോലെ കണ്ടിന്യൂ ചെയ്ത് പോകണം. അപ്പോൾ സോ ഇവിടെ ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഈ ഒരു സോണിലേക്കോ ടാർഗറ്റ് ചെയ്തിട്ട് പുട്ട് സൈഡിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ കണ്ടിന്യൂഷൻ ആണെങ്കിൽ അഗെയിൻ 15 മിനിറ്റ് എന്ത് ചെയ്യും, റിവേഴ്സ് ആവില്ല, ത്രൂ ഔട്ട് ഇങ്ങനെ മൂവ് ചെയ്ത് മേളിലേക്ക് പുതിയ ഹയർ ലോ ഫോർമേഷൻ ഉണ്ടാക്കി പോകും. സോ ഇവിടെ നിങ്ങൾ നോക്കേണ്ട കേസ് കറക്ഷൻ ആണെങ്കിൽ ഈ ലെവലിനെ ബ്രേക്ക് ചെയ്യണം. മനസ്സിലായോ? ഈ ലെവലിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് വന്നാൽ നിങ്ങൾക്ക് ഈ ലെവലിലേക്ക് ടാർഗറ്റ് ചെയ്യാവുന്നതാണ് ലോവർ ടൈം ഫ്രെയിമിൽ. 15 മിനിറ്റിൻ്റെ കണ്ടീഷനിൽ നമ്മൾ മേജറായിട്ട് പുട്ട് സൈഡിലേക്ക് പ്ലാൻ ചെയ്യേണ്ടത് എപ്പോഴും ഈ ഒരു ലെവലിൻ്റെ ബ്രേക്ക് ഔട്ടിന് ശേഷം മാത്രമാണ്. സോ ട്രേഡ് മേജറായിട്ട് കേട്ടോ, കറക്ഷൻ മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാൽ 1 അവറിലേക്ക് പോകും എന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യുന്ന കണ്ടീഷനിലാണ്. സോ ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് പുട്ട് സൈഡിൽ നോക്കണമെങ്കിൽ നോക്കാം. ആരെ ബേസ് ചെയ്തിട്ട് നമുക്ക് നേരെ, ഞാൻ അതിനിടയിലുള്ള ടൈം ഫ്രെയിം ഒന്നും പറയണില്ല. സോ ഞാൻ 1 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇവിടെ 3 മിനിറ്റും 5 മിനിറ്റ്സും ഇതുപോലെ തന്നെ അനലൈസ് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ 1 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്തിട്ടുണ്ട്. 15 മിനിറ്റും 1 മിനിറ്റും വളരെ റെയർ കണ്ടീഷനിലാണ് സിമിലർ ആയിട്ട് വരുന്ന സിനാരിയോസ് ഉണ്ടാവുക. സോ ഇവിടെ അതേപോലത്തെ ഒരു കണ്ടീഷനാണ് മാർക്കറ്റിലുള്ളത്. കണ്ടോ, അപ്പോൾ ഇവിടെ പ്രോപ്പറായിട്ട് നോക്കിയാൽ 1 മിനിറ്റ് പ്രോപ്പർ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ മാർക്കറ്റ് തന്നിട്ടുണ്ട്. കണ്ടോ, യെസ്, ഇതൊക്കെ നമ്മൾ ലൈവ് മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്താണ് കഴിഞ്ഞ ദിവസം. എന്താണ് കാര്യം, മാർക്കറ്റ് ഇങ്ങനെ നിൽക്കുന്ന സിനാരിയോസ് ഉണ്ട്, അവിടെ എന്താണ് ചെയ്യേണ്ടത്. സോ അതൊക്കെ നിങ്ങളൊന്ന് പ്രീവിയസ് വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. സോ കണ്ടോ, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നു. സോ ലോ എവിടെയാണ്, ലോ ഇത് തന്നെയാണ് നമ്മുടെ 15 മിനിറ്റിൻ്റെ 50% സോണിൽ തന്നെയാണ്. ആര്, ഈ 1 മിനിറ്റിൻ്റെ കേസ് വളരെ റെയറാണ്. അത്രയും റേഞ്ചിലായിരുന്നു മാർക്കറ്റ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ. സോ ഇതാണ് 1 മിനിറ്റിൻ്റെ കണ്ടീഷൻ. അപ്പോൾ പിന്നെ 3 മിനിറ്റിലേക്കൊന്നും പോയിട്ട് കാര്യമില്ല എന്നറിയാലോ. ഓൾമോസ്റ്റ് അത് തന്നെ ആയിരിക്കും എല്ലാ ടൈം ഫ്രെയിമിൻ്റെയും കണ്ടീഷൻ. 3 മിനിറ്റിലേക്ക് പോയാലും ഈ പറയുന്ന സോൺ തന്നെയാണ്.
അതുപോലെ 5 മിനിറ്റ്സിലേക്ക് പോയാലും ഈ പറയുന്ന സോൺ തന്നെയാണ്. സോ നമുക്ക് 1 മിനിറ്റിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ടാണ് ഈ ഒരു ലെവലിലേക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഏറ്റവും ബെറ്റർ കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ മാർക്കറ്റിൽ നാളെ ഈ ലെവലിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ടെസ്റ്റ് ചെയ്യാം. സോ നിങ്ങൾക്ക് അവിടെ താഴേക്ക് നിങ്ങൾക്ക് നോക്കാം. സോ ഓൺ ടൈമിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ കാര്യങ്ങൾ. സോ ഇപ്പോൾ നിൽക്കുന്ന കണ്ടീഷനിൽ മാർക്കറ്റ് കുറച്ച് റിസ്കി ആയിട്ടുള്ള ഒരു സോണിലാണ്. ഇവിടെ ഒരു റിജക്ഷൻ സോൺ ഉണ്ട് അല്ലേ. അപ്പോൾ എല്ലാവരും ആലോചിക്കും ഇവിടെ ഇപ്പോൾ സെല്ലിങ് സോൺ ആണല്ലോ, അപ്പോൾ ഇവിടുത്തെ ഈ ബൈയിങ് സോൺ കൺസിഡർ ചെയ്യണോ? എപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഹയർ ടൈം ഫ്രെയിമിൽ തന്നെയാണ്. സോ അവൻ വിചാരിച്ചാലാണ് ലോ ടൈം ഫ്രെയിം അവിടെ വന്നിട്ട് പുഷ് ചെയ്യാൻ നോക്കിയാൽ നടക്കില്ല അല്ലേ. ഹയർ ടൈം ഫ്രെയിം അഗ്രസീവായിട്ട് വലിയ രീതിയിലുള്ള മൂവ്മെൻ്റ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുക. സോ അതാണ് അവിടെ ഉണ്ടാകുന്ന റിയാക്ഷൻ. മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ബൈയിങ് സോൺ ഇവിടുത്തെ റിയാക്ഷൻ കണ്ടോ. സോ ഇവിടെ നിന്ന് മാർക്കറ്റ് വന്നു. ഇതിനു മുമ്പ് മാർക്കറ്റ് ഈ പറയുന്ന ഇതൊരു ബൈയിങ് സോൺ ആയിരുന്നു അല്ലേ. ആ ബൈയിങ് സോണിൽ നിന്നുള്ള റിയാക്ഷൻ കണ്ടില്ലേ. സോ അതുപോലെയുള്ള മേജർ ലെവൽസിൽ നിന്ന് മാർക്കറ്റ് എപ്പോഴും അഗ്രസീവായിട്ട് പോകും. കണ്ടോ ഇവിടെ വന്നു എഗെയിൻ ആ ഡിമാൻഡിലേക്ക് ഒന്ന് അഗ്രസീവായിട്ട് മാർക്കറ്റ് പുഷ് ചെയ്തു. കണ്ടോ ഈ ഡിമാൻഡിലേക്ക് ഒന്ന് അഗ്രസീവായിട്ട് പുഷ് ചെയ്തു. സോ ഹയർ ടൈം ഫ്രെയിമിന് നമ്മൾ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുക. 1 മിനിറ്റ് മാത്രം നോക്കിക്കൊണ്ടിട്ട് യാതൊരു കാര്യമില്ല. നമ്മളൊരു പ്ലാൻ എടുക്കുക. പ്ലാൻ എടുത്തതിന് ശേഷം ആ പ്ലാനിലേക്ക് 1 മിനിറ്റ് സ്വിച്ച് ചെയ്തോ 3 മിനിറ്റ് സ്വിച്ച് ചെയ്തോ 5 മിനിറ്റ് സ്വിച്ച് ചെയ്തോ അതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. സോ നിങ്ങൾ മേജറായിട്ട് ഈ ലെവലുകൾ മാർക്ക് ചെയ്ത് നോക്കുക. 15 മിനിറ്റിൻ്റെ പ്ലാൻ എടുക്കുക. ആ പ്ലാനിലേക്ക് 1 മിനിറ്റിനെ ട്രേഡ് ആക്കുക, അല്ലെങ്കിൽ 3 മിനിറ്റിന് ട്രേഡ് ആക്കുക. ബ്രേക്ക് ഔട്ടോ എന്താണോ നിങ്ങൾ ചെയ്യുന്നത് ആ ട്രേഡ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പോവുക. ഓക്കെ ഫൈൻ. അപ്പോൾ അതാണ് നമ്മുടെ കറൻറ്റ്ലിയുള്ള ലെവൽസും പ്ലാൻസും. സോ എഗെയിൻ ഇനി എന്ത് ചെയ്യാം എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ഹൈനെ എഗെയിൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മാർക്കറ്റ് ഒരു റിജക്ഷൻ സോണിലാണ്. മേ ബി അവിടെ നിന്ന് റിജക്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ക്യാൻഡിൽസ്റ്റിക്സ് പുൾ ബാക്ക് മാർക്കറ്റ് എഗെയിൻ ഒരു റീടെസ്റ്റ് തരണമെങ്കിൽ തരാം. മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വേറൊന്നുമില്ല. ഈ ലെവലിനെ ബ്രേക്ക് ചെയ്ത് ട്രേഡ് എടുക്കുന്നത് കുഴപ്പമില്ല. ഇൻ കേസ് ഇവിടെ നിന്ന് ഉണ്ടാകുന്ന റിജക്ഷൻ ചിലപ്പോൾ വളരെ ഹൈ മൂവ്മെൻ്റ് ആയിരിക്കും. റിസ്ക് എൻട്രീസ് ആണെന്ന് മനസ്സിലാക്കുക. അവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം വേറൊന്നുമില്ല. നിങ്ങൾ പ്രോപ്പറായിട്ട് റിസ്ക് കുറച്ചിട്ടുള്ള ട്രേഡ്സ് പ്ലാൻ ചെയ്യുക. ഈ ലെവലിന് ശേഷം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ട്രേഡ് കാര്യങ്ങൾ മുകളിലേക്ക് നോക്കാവുന്ന ലോ ടൈം ഞാൻ ഇപ്പോൾ 5 മിനിറ്റ് കാണിക്കണേ. 1 മിനിറ്റിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം നല്ല സ്പേസും നല്ല റേഞ്ചസും മാർക്കറ്റിലുണ്ട്. സോ ഇതാണ് കറൻ്റ്ലി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ കണ്ടീഷനിൽ നോക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ലെവലുകൾ. അതൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്ത് പ്ലോട്ട് ചെയ്ത് നോക്കുക. ഇതിനുള്ളിലാണെങ്കിൽ കംപ്ലീറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യുക, ട്രേഡ് ഒഴിവാക്കുക. കാരണം ഇതിനുള്ളിൽ നമുക്കൊന്നും ചെയ്യാനില്ല ശരിക്കും പറഞ്ഞാൽ. ഉണ്ടോ ഇതിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് ഈ പറയുന്ന 160 170 200 പോയിൻറ്റിനുള്ളിൽ കിടന്നാൽ നമുക്കൊന്നും മാർക്കറ്റ് ചെയ്യാനില്ല അല്ലേ. ഡി കെ വന്ന് വെറുതെ ഇടങ്ങേറാവല്ലാതെ നമുക്കൊന്നും അവിടെ കിട്ടാനില്ല. നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ അറൗണ്ട് ഒരു 500 പോയിൻറ്റ്സ് പ്ലാനിൽ ടാർഗറ്റ് ചെയ്തിട്ട് വേണം ഓപ്ഷൻ ബയർ പ്ലാൻ ചെയ്യാൻ. സെല്ലറിൻ്റെ പ്ലാനിൽ നിന്നിട്ട് ബൈ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. കണ്ടോ ഇതിപ്പോൾ 167 പോയിൻറ്റിൽ ഒരു പ്ലാൻ വന്നത് ഇവിടെ നിങ്ങോടാ. ആ പ്ലാൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാണ്ടിരിക്കുന്നത് നല്ലത്. കാരണം എന്താണ്, നമുക്ക് ഈ 165 പോയിന്റ് കിട്ടിയിട്ട് ബയ്യർക്കൊന്നും ചെയ്യാനില്ല. മനസ്സിലായോ. അത് സെല്ലർ എടുത്തോട്ടെ, അവിടെ നിന്ന് മാറി നിന്നേക്കാം. നമുക്ക് കിട്ടണമെങ്കിൽ ഒരു 500 പോയിന്റ് 600 പോയിന്റ് നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് വേണം മാർക്കറ്റിൽ നിൽക്കാൻ. അതിനുള്ളിൽ നമ്മളൊരു 200 പോയിന്റ്സോ 150 പോയിന്റ്സോ 100 പോയിന്റ്സോ നമ്മൾ ടാർഗറ്റ് ചെയ്യണം. 160 പോയിന്റ്സിനുള്ളിൽ കിടന്ന് നമ്മൾ മാർക്കറ്റിൽ അടിയുണ്ടാക്കിയാൽ എപ്പോഴും നിങ്ങൾ ഈ റേഞ്ച് മാർക്കറ്റിൽ കിടന്ന് അടിയുണ്ടാക്കി നിങ്ങളുടെ ക്യാപിറ്റൽ തന്നെ നിങ്ങളുടെ നിന്ന് ആ അടിയുണ്ടാക്കുന്നതിൻ്റെ ഒപ്പം ഇങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടേ കൊടുക്കുന്ന പോലെ തന്നെ മാർക്കറ്റിന് കൊണ്ടേ കൊടുക്കേണ്ടി വരും ഇവിടെ. മനസ്സിലായോ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുക. നമ്മളുടെ പ്രോപ്പർ റേഞ്ചാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുന്നൊരു കാര്യമാണ്. സോ ചിലപ്പോൾ പ്രോപ്പർ റേഞ്ച് കഴിഞ്ഞ് മാർക്കറ്റ് അഗ്രസീവായിട്ട് പോകുന്ന സമയത്ത് ഇമ്പൾസീവായിട്ട് മാർക്കറ്റ് പോകുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ട്രേഡ്സ് മിസ്സാവാറുണ്ട് അല്ലേ. ബ്രേക്ക് ഔട്ട് നോക്കുന്നവർക്ക് മിസ്സാവേണ്ടില്ല, അല്ലാത്ത കേസ് ഞാൻ പറയണേ. അപ്പോൾ മിസ്സായിക്കോട്ടെ എന്ന് തന്നെ വിചാരിച്ചേക്കാം അല്ലേ. SMC ബേസ്ഡ് എൻട്രീസ് ഒക്കെ നോക്കുന്നവർക്ക് ചിലപ്പോൾ എൻട്രി മിസ്സാവുന്നുണ്ടാവും. മിസ്സായിക്കോട്ടെ, മാർക്കറ്റ് അവിടെ തന്നെ ഉണ്ട്, ഒരു സ്ഥലത്തേക്കും പോകുന്നില്ല. മനസ്സിലായോ. അപ്പോൾ നമുക്ക് നിങ്ങളെല്ലാവരും നിങ്ങളുടെ സെറ്റപ്പ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക. സോ ഇതാണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ കണ്ടീഷൻ. നമുക്ക് നിഫ്റ്റിയിലേക്ക് പോകാം. അപ്പോൾ ഇതിലേക്ക് ഫ്യൂച്ചർ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ കടമയാണ്. ഫ്യൂച്ചർ കോർഡിനേറ്റ് ചെയ്ത് ബ്രേക്ക് ഔട്ട് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നോക്കാം. ഞാൻ അതൊന്നും പറഞ്ഞ് നീട്ടുന്നില്ല, കാരണം ഭയങ്കര ലെങ്തി ആയി പോകും സെക്ഷൻ. അപ്പോൾ നോർമലി നമ്മുടെ സെക്ഷൻസ് എന്തായാലും 40 മിനിറ്റ് 35 മിനിറ്റോളം പോകും. വേറെ ഒന്നുമല്ല, നമ്മൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത് കൊണ്ട് തന്നെ അത്ര നീണ്ടു പോകാനുള്ള പോസിബിലിറ്റി ഹൈ ആണ്. കണ്ടോ നിഫ്റ്റിയുടെ കേസിൽ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് നിൽക്കുക. ഇനി എന്ത് ചെയ്യും അല്ലേ. നല്ല അഗ്രസീവ് മൂവ്മെൻ്റാണ്, നിഫ്റ്റി തകർത്ത് നിൽക്കുകയാണ് അല്ലേ. ഫൈൻ. സോ ഇവിടെ ബ്രേക്ക് ഔട്ട് തന്നു. അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഈക്വൽ ഹൈ അല്ലേ, ഈ ഈക്വൽ ഹൈ മാർക്കറ്റ് അപ്പോൾ റേഞ്ചിലായിരുന്നു. കറൻ്റ്ലി നിഫ്റ്റി സ്ട്രോങ് ആയിട്ട് അവിടെ നിന്ന് പുഷ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ എവിടെയാണ് നമുക്ക് ഡിമാൻഡായിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുക. സോ നിഫ്റ്റിയുടെ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ തന്നെ കണ്ടോ, ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ ക്രിയേറ്റ് ചെയ്തു, ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, ഈക്വൽ ലോ ക്രിയേറ്റ് ചെയ്തു, ഈക്വൽ ഹൈ ക്രിയേറ്റ് ചെയ്തു, ഈക്വൽ ലോ ക്രിയേറ്റ് ചെയ്തു, എഗെയിൻ മാർക്കറ്റ് പുതിയൊരു ഹയർ ഹൈ. അപ്പോൾ ഈ ഒരു ഹയർ ഹൈക്ക് മുമ്പ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ലോ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഏത് സോണാണ്. ഇവിടെ നിന്നാണ് ബ്രേക്ക് ഔട്ട് തന്നിട്ടുള്ളത്. കണ്ടോ അതിന് മുമ്പത്തെ ബ്രേക്ക് ഔട്ട് എവിടെയാണ്, ഇവിടെയാണ് അല്ലേ.
പിന്നെ ഇവിടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ലോ ആയിട്ട് ഇതല്ല കൺസിഡർ ചെയ്യുക, ഈ ഒരു സോൺ ഇതാണ് നമ്മൾ ലോ ആയിട്ട് കൺസിഡർ ചെയ്യുക. മനസ്സിലാവും? മേജർ ലോ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഈ ബ്രേക്ക് ഔട്ട് എവിടെ നിന്നാണ്? ഇവിടെ നിന്ന് മാത്രമല്ല, ഈ പറയുന്ന ഒറ്റ ബ്രേക്ക് ഔട്ടാണ് മാർക്കറ്റ്. രണ്ടെണ്ണം എന്താണ്? ഈക്വൽ ഹൈസ് ആണ്. ഈക്വൽ ഹൈസ് മാർക്കറ്റ് എപ്പോഴും ടാർഗറ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഹൈ ആണ്. സോ അത് മനസ്സിലാക്കി വെക്കുക, വേറെ ഒന്നുമില്ല. സോ എഗെയിൻ നമുക്കിവിടെ ഒരു ഡിമാൻഡ് കിട്ടിയിട്ടുണ്ട് അല്ലേ? ബാങ്ക് നിഫ്റ്റി പോലെ തന്നെ നിഫ്റ്റിയിൽ നമുക്കൊരു പ്രോപ്പർ സോൺസ് കിട്ടിയിട്ടുണ്ട്. യെസ്. സോ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിഫ്റ്റി എങ്ങനെ എന്ത് ചെയ്യാം. ഇപ്പോൾ റീസെൻ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയുടെ ഓരോ ബ്രേക്ക് ഔട്ട്സിലും നിഫ്റ്റി യെസ് ഫൈൻ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് തന്നിട്ടുണ്ട് കണ്ടോ. യെസ്, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് തന്നിട്ടുണ്ട്. കാരണം ഇവിടെ നോക്കി എപ്പോഴും നിഫ്റ്റിയുടെ ഒരു ക്യാരക്ടറാണ് ഡൗൺ സൈഡിലേക്ക് വന്നു, അല്ലേ? ബ്രേക്ക് ഔട്ട് എന്ന ഡൗൺ സൈഡിലേക്ക് വന്ന് ഈക്വൽ ഹൈ ക്രിയേറ്റ് ചെയ്തു, എഗെയിൻ താഴേക്ക് വന്ന് പിന്നെ കണ്ടിന്യൂഷൻ മാർക്കറ്റ്. സോ ഇതൊരു ഫോർമേഷൻ ഇടയ്ക്ക് മാർക്കറ്റിൽ ഉള്ളൊരു കണ്ടീഷനാണ് ഈക്വൽ ഹൈ ഫോർമേഷൻസ്. സോ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതായിരുന്നല്ലോ എഗെയിൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. യെസ്, എഗെയിൻ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. സോ ഇതാണ് കറൻറ്റ്ലി മാർക്കറ്റിൻ്റെ ബൈയിങ് സോൺ എന്ന് പറഞ്ഞാൽ. സോ ഇവിടെ നിന്ന് മാർക്കറ്റിൽ പുട്ട് എപ്പോഴും വരാം, എപ്പോഴും വരാം, നോ, എപ്പോഴും വരാം നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കൺഫർമേഷൻസ് കാണാം പൊട്ടെടുക്കേണ്ട സമയം എപ്പോഴാണെന്നുള്ള ലോ ടൈം ഫ്രെയിമിലേക്ക് പോകുമ്പോൾ നമുക്ക് നോക്കാം. സോ ഇനി ഞാൻ നേരെ 1 അവറിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്യണം. 1 അവറിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇവിടെ നിന്ന് റിവേഴ്സലായി. സോ എഗെയിൻ ഇവിടുത്തെ ഒരു ബ്രേക്ക് ഔട്ട്, എഗെയിൻ മാർക്കറ്റ് ത്രൂ ഔട്ട് ബുള്ളിഷ് അല്ലേ? ത്രൂ ഔട്ട് ബുള്ളിഷാണ്. നിഫ്റ്റിയിൽ നല്ലൊരു സ്ട്രോങ് ബൈയിങ് ക്യാൻഡിൽ എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യാൻ പറ്റുക 1 അവറിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് ഇവിടെയാണ് തോന്നണേ. ഇതാണ് മേജറായിട്ടുള്ള സോൺ കേട്ടോ, നോക്കി അല്ലേ? ഇവിടെ നമുക്ക് സപ്ലൈ ഡിമാൻഡ് കൺസിഡർ ചെയ്യുമ്പോൾ റാലി ബേസ് റാലി എന്നുള്ള കണ്ടീഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ബേസ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നിഫ്റ്റിയിൽ നമുക്ക് ഈ ഒരു ബേസും കൺസിഡർ ചെയ്യാവുന്നതാണ്. യെസ്, ഈ ഒരു ബേസും കൺസിഡർ ചെയ്യാവുന്നതാണ് നമുക്ക്. ഫൈൻ. സോ ഇതിൽ നമുക്ക് ഈ ഒരു ലെവൽ എടുക്കാം. യെസ്, ഫൈൻ. അപ്പോൾ ഈ ഒരു ബേസും നമുക്കവിടെ കൺസിഡർ ചെയ്യാവുന്നതാണ്. പോട്ടെ, നമുക്ക് ഈ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ തന്നെ കൺസിഡർ ചെയ്യാം. നല്ല ഫൈറ്റ് ക്യാൻഡിലല്ലേ? ഡിസിഷൻ അല്ല, നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് മേളിലേക്ക് പോയിട്ടുള്ള ക്യാൻഡിലാണ്. സോ ഫൈൻ, നമുക്ക് അതൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത കണ്ടീഷൻ എന്താ ഇനി നമുക്ക് നോക്കാനുള്ളത്? ഇതേപോലെ കൺഫ്യൂഷൻസ് എവിടെയെങ്കിലും നിങ്ങൾ വരുമ്പോൾ നിങ്ങളൊന്നും ചെയ്യേണ്ട, നേരെ അതിൻ്റെ താഴത്തെ ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്താൽ നിങ്ങളുടെ എല്ലാ കൺഫ്യൂഷൻസോടെ ക്ലിയർ ആവും. മനസ്സിലായോ? ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമ്പൾസീവ് ആയിട്ടുള്ള മൊമെൻറ്റം, യെസ്, ഇവിടെ നിന്ന് ത്രൂ ഔട്ട് വന്നു. ഇവിടെ ഒരു ബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് അഗ്രസീവായിട്ട് ബുള്ളിഷായിട്ട് പോകുന്ന കണ്ടീഷനിൽ നമ്മളെപ്പോഴും സപ്ലൈ അല്ലെങ്കിൽ ഡിമാൻഡൊക്കെ കൺസിഡർ ചെയ്യേണ്ടത് റാലി ബേസ് റാലി എന്ന് പറഞ്ഞൊരു കണ്ടീഷനിലാണ് നമ്മളെപ്പോഴും നോക്കേണ്ടത്. മാർക്കറ്റ് റാലി ചെയ്തിട്ട് ഇതേപോലെ ഇൻഡിസിഷൻ ക്യാൻഡിലുകൾ ക്രിയേറ്റ് ചെയ്യുന്ന സോണുകൾ മാർക്കറ്റിൽ ബേസ് ആയിട്ടോ ഒരു ഡിമാൻഡ് സോണായിട്ടോ നിങ്ങൾക്ക് കൺസിഡർ ചെയ്തിട്ട് നോക്കാവുന്നതാണ്. കൺഫ്യൂഷൻസ് വരുമ്പോൾ മാത്രമേ എപ്പോഴും പോയി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ SL അടിച്ച് നിങ്ങൾ നല്ല രീതിയിൽ മാർക്കറ്റിൽ മേടിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും കൺസിഡർ ചെയ്യരുത്, ഈ ഒരു കണ്ടീഷൻ മാത്രം നോക്കാം. സോ നിഫ്റ്റിയുടെ കണ്ടീഷൻ നോക്കിയാൽ നിഫ്റ്റി ത്രൂ ഔട്ട് ബുള്ളിഷ് ആണെങ്കിലും ബിയോസ് ആണെങ്കിലും മാർക്കറ്റ് ഇപ്പോൾ എന്ത് ചെയ്തേക്കാം? യെസ്, മാർക്കറ്റിൽ ഈ ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷം നിഫ്റ്റി താഴേക്ക് വന്നതായിട്ട് കാണാം. സോ മേജറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റാം. യെസ്, ഈ ഒരു ലോയിനെ നിഫ്റ്റി ക്രോസ് ചെയ്യുകയാണെങ്കിൽ എഗെയിൻ ഒരു കറക്ഷൻ നമുക്ക് നിഫ്റ്റിയിലും കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ നമുക്ക് ഈ ഒരു ലെവൽ ഫസ്റ്റ് കൺസിഡർ ചെയ്യാം, അതിനുശേഷം മാത്രം ഇങ്ങോട്ട് പോയാൽ മതി. സോ ഇതിൻ്റെ ഒരു ഇക്വിലിബ്രിയം ഫസ്റ്റ് കൺസിഡർ ചെയ്യാം. യെസ്, ഇവിടെ വരികയാണെങ്കിൽ 15 മിനിറ്റിൻ്റെ കണ്ടീഷനിൽ മാർക്കറ്റ് ഞാൻ പറഞ്ഞല്ലോ ഈ പറയുന്ന 2 ലെവലിലേക്ക് നിഫ്റ്റിയുടെ ചാൻസസ് ഉണ്ട്. സോ ഈ 2 ലെവലുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. യെസ്, ഫൈൻ. എവിടം ബ്രേക്ക് ചെയ്താൽ ഈ ലെവൽസ് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ഇങ്ങോട്ട് വരാനുള്ള പ്രോബബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ എന്നിട്ട് എന്ത് ചെയ്യാം? കാരണം അങ്ങനെ പറയാനുള്ള റീസൺ വേറൊന്നുമില്ല, മാർക്കറ്റ് ഓൾറെഡി ഇമ്പൾസീവായിട്ട് മൂവ് ചെയ്തിട്ടുണ്ട് അല്ലേ? സോ ഇവിടുത്തെ കണ്ടോ, ഡെയിലി നല്ല ഇമ്പൾസീവായിട്ടുള്ള ക്യാൻഡിലാണ്. വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇത് കണ്ടിന്യൂ ചെയ്ത് പോവാം. പക്ഷേ ഈ ഒരു സോണ് ആണ് കറൻ്റ്ലി നമ്മളുടെ 150 മിനിറ്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രോങ് ബൈയിങ് ബ്രേക്ക് ഔട്ടിന് മുമ്പത്തെ മാർക്കറ്റിൻ്റെ ബൈയിങ് സോണായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഈ ഒരു സോണാണ്. കണ്ടോ? അപ്പോൾ ഈ ഒരു സോണിനെ മാർക്കറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ താഴേക്ക് നോക്കാം. അതുവരെ നിങ്ങൾ ഇവിടെ നിന്ന് ബൈയിങ് ഓപ്പർച്യൂണിറ്റി നോക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ 1 മിനിറ്റിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്യാം. കണ്ടോ, 1 മിനിറ്റിൽ മാർക്കറ്റ് എന്ത് ചെയ്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് 3 മിനിറ്റോ 5 മിനിറ്റ്സോ നിങ്ങളുടെ ഇഷ്ടമാട്ടോ, ഏത് ലോ ടൈം ഫ്രെയിമിൽ നിങ്ങൾ ഏത് നോക്കണം എന്നുള്ളത്. ഞാനിപ്പോൾ പെട്ടെന്ന് 1 മിനിറ്റ് എടുത്ത് കാണിച്ചിരുന്ന ഫസ്റ്റ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും കറൻ്റ്ലി ലാസ്റ്റ് കണ്ടീഷൻ അറിയാനും പറ്റിയ 1 മിനിറ്റ് ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ നിങ്ങളത് നോക്കിയാൽ മതി. യെസ്, ഫൈൻ. അപ്പോൾ ഇവിടെയാണ് 1 മിനിറ്റിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുള്ളത്. സോ സപ്ലൈ ആണ് 1 മിനിറ്റിൽ ഇപ്പോൾ കൺട്രോൾ ചെയ്യണത്, സെല്ലേഴ്സാണ് കൺട്രോൾ ചെയ്യണത്. കണ്ടോ, ഈ ഒരു സോണിൽ നിന്ന് 1 മിനിറ്റ് അഗെയിൻ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂഷൻ തന്നെയാണ് സ്റ്റിൽ, മനസ്സിലാവും?
അപ്പോൾ എഗെയിൻ അവൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, ഈ ഹൈനെ ബ്രേക്ക് ചെയ്യണം. പക്ഷെ 1 മിനിറ്റിൽ മാർക്കറ്റ് ബുള്ളിഷ് ആവണമെങ്കിൽ ഈ ഒരു ഹൈന് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇത് ബ്രേക്ക് ചെയ്യണം. അപ്പോൾ നാളെ മാർക്കറ്റ് എഗെയിൻ ഓപ്പൺ ചെയ്തത് ഒരു ഫ്ലാറ്റ് ആവാം, ഡൗൺ സൈഡ് ആവാം. മാർക്കറ്റ് എഗെയിൻ ഇവിടെ ഓപ്പൺ ചെയ്തു. സോ എഗെയിൻ ഹൈ ക്രിയേറ്റ് ചെയ്തു, പിന്നെ ലോ ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ഈ മൊമെൻറ്റം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, 1 മിനിറ്റ് റിവേഴ്സായി. സോ എഗെയിൻ കണ്ടിന്യൂഷൻ ആണ് മാർക്കറ്റിൽ ഉണ്ടാവാൻ പോസിബിലിറ്റി ഉള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അല്ല മാർക്കറ്റ് എഗെയിൻ ഇവിടെ നിന്നിട്ട് അഗ്രസീവായിട്ട് നമ്മുടെ ഇവിടെ വന്നു, ഇവിടെ നിന്നും അഗ്രസീവ് ആയാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ 15 മിനിറ്റിൻ്റെ സോണിനെ ക്രോസ് ചെയ്തു. അടുത്ത റീടെസ്റ്റ് എൻട്രി നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. അടുത്ത റീടെസ്റ്റ് ഇങ്ങോട്ട് വന്ന് നിങ്ങൾക്ക് ഈ ലെവലിലേക്ക് ട്രേഡ് പ്ലാൻ നോക്കാം, ഫ്രോം ലെവലിലേക്ക് നിങ്ങൾക്ക് നോക്കാം താഴേക്ക്. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങൾ ലോജിക്കലി ആ സമയത്ത് ചെയ്യേണ്ട കാര്യമാണ്. എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻഡെക്സ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ. കാരണം എല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എനിക്ക് വരുന്നൊരു കൂടുതൽ ആളുകളുടെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാ ദിവസത്തെ എക്സ്പയറിയിലും 0 to ഹീറോ എടുത്ത് തകർക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് എല്ലായിരിക്കും. സോ അതൊക്കെ മാറ്റി വെക്കുക. 0 to ഹീറോ എന്ന് പറഞ്ഞാൽ പക്ക ഗ്യാംബ്ലിംഗ് മൈൻഡ് സെറ്റിൽ മാത്രം ചെയ്യുന്നൊരു കാര്യമാണ്. സോ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിൽ ട്രേഡ് ചെയ്ത് സക്സസ് ആവുകയെന്ന് വെച്ചാൽ ജന്മത്തിൽ സക്സസ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുമാത്രം ആലോചിക്കുന്ന ആൾക്കാർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക, നിങ്ങൾക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത്. സോ ഞാനിതുവരെ അന്വേഷിച്ചിട്ടും തിരക്കിയിട്ടൊന്നും എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. സോ അതിൻ്റെ അകത്ത് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് 50-50 ചാൻസാണ് അല്ലേ. ചെറിയൊരു ചൂതാട്ടം പോലത്തെ ഒരു കളിയാണ് ഈ പറയുന്ന നമ്മളെ 0 ഹീറോ എന്നുള്ള സെറ്റപ്പ്. സോ ഒരു പ്രോബബിലിറ്റി ഇല്ല, ചിലപ്പോൾ സെറ്റപ്പ് ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ സാധനം SLലേക്ക് പോകും. അപ്പോൾ വെറുതെ നമുക്ക് കിട്ടാത്ത സ്ഥലത്ത് പോയി നമ്മൾ പ്രശ്നത്തിലേക്ക് കൂടുതൽ പോകാതെ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ മാർക്കറ്റിനെ മനസ്സിലാക്കി ഒരു സെറ്റപ്പിലേക്ക് വരാൻ നോക്കും കേട്ടോ. അപ്പോൾ അതാണ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളൊരു കാര്യം. സോ കറൻ്റ്ലി നമ്മുടെ നിഫ്റ്റിയുടെ കേസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ICCയിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ അവരുടെ കണ്ടീഷൻ കൂടെ നോക്കുകയാണെങ്കിൽ ഡെയിലി നമുക്ക് നോക്കാം ജസ്റ്റ് എന്താണ് കണ്ടീഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ICC ഓൾറെഡി ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട് അല്ലേ. ICCയോട് ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ട് സ്റ്റിൽ ഒരു ഇക്വിലിബ്രിയത്തിലാണ് നിൽക്കണേ അല്ലേ. കണ്ടോ, കറക്റ്റ് ഇക്വിലിബ്രിയത്തിലാണ് മാർക്കറ്റ് നിൽക്കണേ. അവിടെ നിന്നാണ് കറക്റ്റായിട്ട് റിവേഴ്സ് ആയിട്ടുള്ളത്. സോ അതിൻ്റെ ഒരു റിയാക്ഷനാണ് നിങ്ങൾ ഈ പറയുന്ന ബാങ്ക് നിഫ്റ്റിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്, മനസ്സിലായോ. സോ ഡെയിലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ICC കറൻ്റ് നിൽക്കുന്ന കണ്ടീഷനിൽ കണ്ടോ, ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ ക്രിയേറ്റ് ചെയ്തു, എഗെയിൻ പുഷ് ചെയ്യണം. വേണമെങ്കിൽ അവിടെ വരാതെ മാർക്കറ്റ് എന്ത് ചെയ്യാം, താഴേക്ക് പോകാനുള്ള ചാൻസസ്. കാരണം ഇവിടെ ഒരു ഇംപാലൻസ് ഉള്ളത് ടേക്ക് ചെയ്തിട്ട് ICC റിജക്റ്റ് ചെയ്തിട്ട് കാണാം. എഗെയിൻ അവിടെ വന്നിട്ട് മാർക്കറ്റ് അവിടെ സ്ട്രോങ് ആയിട്ടാണ് ഇത്തവണ വന്നേക്കണം. പക്ഷേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ICCക്ക് ഒരു ഇൻഡിസിഷൻ ഡെയിലി കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിൽ ഉണ്ടെങ്കിൽ കൂടിയും ഈ ഒരു റേഞ്ച് ICC നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റത്തില്ല. സോ ഇവിടെ നിന്ന് മേളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസോ ഡേ ക്യാൻഡിൽ ക്ലോസോ കിട്ടിക്കഴിഞ്ഞാൽ അഗ്രസീവ് ആയിട്ടുള്ള മൊമെൻറ്റം ICC മേളിലേക്ക് ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബാങ്ക് നിഫ്റ്റി എന്ത് ചെയ്യും, അവനും മേളിലേക്ക് വളരെ പ്രോബബിലിറ്റി ഉണ്ട്. സോ അത് നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ വെക്കുക, ബ്രേക്ക് ചെയ്താൽ മാത്രം കേട്ടോ. സോ ഇവിടെ ഇൻട്രാഡേ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഈ പറയുന്ന കാര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്തിട്ട് ട്രേഡ് നോക്കാവുന്നതാണ്. പിന്നെ എന്താണ് അടുത്ത നമുക്ക് 1 അവറിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്യാം. ഓക്കെ, നമുക്കൊന്ന് 1 അവറിലേക്ക് നോക്കുകയാണെങ്കിലും ICC ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സോണിൽ നല്ലൊരു റേഞ്ചാണ്. പ്രോപ്പറായിട്ട് മാർക്കറ്റിൽ ഇത്ര ഇമ്പൾസീവ് ഈ ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷം ഒരു ഇമ്പൾസീവായിട്ടുള്ളൊരു ബ്രേക്ക് ഔട്ടാണ് ICC ഇവിടെ തന്നിട്ടുള്ളത്. കണ്ടോ, അതിനുശേഷം മാർക്കറ്റിൻ്റെ ഒരു ഹൈ എന്ന് പറയുന്നത് ഇതാണ്, കൺസിഡർ ചെയ്യാൻ പറ്റുക. കണ്ടോ, സോ എഗെയിൻ മാർക്കറ്റ് ആ ഒരു സോണിലേക്ക് വന്നപ്പോൾ നല്ല രീതിയിലൊരു റിജക്ഷൻ ക്യാൻഡിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതേപോലെ ഒരു മേജർ സെല്ലിംഗ് സോണായിട്ട് കൺസിഡർ ചെയ്യുക ഇങ്ങോട്ടാണ്. സോ ആ സെല്ലിംഗ് സോണിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടില്ല. സോ നമ്മുടെ ബാങ്ക് നിഫ്റ്റി ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ബാങ്ക് നിഫ്റ്റി നിൽക്കുന്ന സോണും ICCയുടെ ഈ ഒരു സോണും തമ്മിൽ സിമിലാരിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ അതുപോലെ തന്നെ ഇവിടെ ഇംബാലൻസസ് മാർക്കറ്റിലുണ്ട്. സോ ICC ഒരു റേഞ്ചിലാണ് 1 അവറിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റാം. ഓക്കെ, കണ്ടോ, ഈ ഒരു ലോയിൽ മാർക്കറ്റ് വന്നിട്ട് ഇവിടെ ഒരു ക്രോസ് തന്നു. പക്ഷേ അതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഇക്വിലിബ്രിയത്തിൽ നിന്ന് കണ്ടിന്യൂഷൻ മാർക്കറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം വരുന്ന ദിവസങ്ങളിൽ എന്താവുന്നുള്ളത്. അപ്പോൾ നിങ്ങളിതൊന്ന് പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്ത് വാച്ച് ചെയ്ത് വരണം, എന്നാലാണ് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് വരുള്ളൂ. ഓക്കെ, സോ ഇനി 50 മിനിറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ICCയിൽ 50 മിനിറ്റിലൊരു എന്താണ് ഇവിടെ നിന്ന് മാർക്കറ്റ് ഓക്കെ ഫൈൻ ഇവിടെ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൊമെൻറ്റം തന്നിട്ടുണ്ട്. സോ ഇവിടെയാണ് മാർക്കറ്റിൽ ലാസ്റ്റ് ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് കറൻ്റ്ലി ഉള്ള ഇൻറ്റേർണലി ഉള്ള സിനാരിയോ കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുക. സോ അഗെയിൻ മാർക്കറ്റ് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മേജറായിട്ടുള്ള മാർക്കറ്റിൻ്റെ ലോ എന്ന് പറയുന്നത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും ഇതാണ്. സ്ട്രോങ് ആയിട്ടുള്ള നമ്മുടെ ഇക്വിലിബ്രിയത്തിൻ്റെ സോൺ തന്നെയാണ് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. സോ ഇതാണ് മേജറായിട്ട്
ഹൈ. ഓക്കെ, കറൻ്റ് ഉള്ള ഹൈയും ലോയും. സോ മാർക്കറ്റിൽ ഇതിൽ കണ്ടീഷൻ നോക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന സോണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു കറക്ഷൻ തരാനുള്ള പ്രോബബിലിറ്റി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒരു പ്ലാൻ 50 മിനിറ്റിൻ്റെ പ്ലാൻ വേണമെങ്കിൽ മാർക്കറ്റ് ഈ 2 ലെവലിലേക്ക് വരാനുള്ള പോസിബിലിറ്റി ഹൈ ആണ്. സോ അതും ഈ ഒരു ലെവൽ ക്രോസ് ചെയ്ത് താഴേക്ക് വരണം. എന്ന് വെച്ചാൽ 1 മിനിറ്റിൽ മാർക്കറ്റ് കണ്ടീഷൻ നോക്കിയാൽ മതി, ബുള്ളിഷാണ് അല്ലേ. അപ്പോൾ എഗെയിൻ ഈ ഒരു സോണിൽ വരുമ്പോൾ മാർക്കറ്റ് എഗെയിൻ കണ്ടിന്യൂഷൻ ആണെങ്കിൽ യെസ് നിങ്ങൾ മുന്നിലേക്ക് തന്നെ നോക്കാം. അല്ലാത്ത പക്ഷം മാത്രം കണ്ടോ യെസ് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് വന്നു. അതേപോലെ ഇവിടെയാണ് 1 മിനിറ്റിൻ്റെ ലോ. അപ്പോൾ ഈ ലോയിനെ ബ്രേക്ക് ചെയ്താൽ നിങ്ങൾക്ക് താഴേക്ക് പ്ലാൻ ചെയ്തിട്ട് സ്കാൽപ്പിംഗ് നോക്കാവുന്നതാണ്. അതേപോലെ ഈ ഹൈനെ ബ്രേക്ക് ചെയ്താൽ അടുത്ത റീടെസ്റ്റ് ഈ ഒരു സോണിലേക്ക് കണ്ടിന്യൂഷൻ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. സോ ICC നമുക്ക് നോക്കുമ്പോൾ ഏകദേശം സിമിലറായിട്ട് തന്നെ നിൽക്കുകയാണ് ബാങ്ക് നിഫ്റ്റി ആയിട്ട്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ICC ഇപ്പോൾ നോക്കിയ പോലെ HDFC, ആക്സിസ്, ഇൻഡസ്ഇൻഡ് ബാങ്ക് ഇതൊക്കെ നിങ്ങളൊന്ന് ഇതിലേക്ക് കോർഡിനേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്ലാൻസിൻ്റെ കൺഫർമേഷൻസ് നിങ്ങൾക്ക് കൂട്ടാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് എടുത്ത് ബാങ്ക് നിഫ്റ്റിയുടെ ഈ പ്ലാൻ തന്നപ്പോൾ നമുക്കിവിടെ കുറേ കാര്യങ്ങൾ മനസ്സിലായി അല്ലേ. 15 മിനിറ്റിൻ്റെ പ്ലാൻ, 1 അവറിൻ്റെ പ്ലാൻ, അങ്ങനെ കുറേ ലെവൽസ് കിട്ടി. ആ ലെവൽസിലൊക്കെ HDFC, ICC ഒക്കെ എന്ത് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ആണെന്നുള്ളതും കൂടി നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ആ ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് കൂടും, മനസ്സിലാകും. അപ്പോൾ അതെല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതേപോലെ ഫ്യൂച്ചർ കോർഡിനേറ്റ് ചെയ്യണ കാര്യം മറക്കണ്ട. ഞാനിവിടെ കണക്ട് ചെയ്തിട്ടില്ല, അത് നിങ്ങളുടെ പണിയാണ്. നിങ്ങൾ പ്രോപ്പറായിട്ട് അത് ചെയ്തിട്ട് കൺഫർമേഷൻസോ ബ്രേക്ക് ഔട്ടിലോ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നോക്കി അത് അപ്ഡേറ്റ് ചെയ്ത് പോവാം. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ വീക്ക്ലി ഇതുവരെയുള്ള P&L സെക്ഷനിലേക്ക് നമുക്ക് പോകണം അല്ലേ. അപ്പോൾ നമുക്ക് നേരെ P&L സെക്ഷനിലേക്ക് പോകാം. സോ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടെ കാണിക്കാം. യെസ്, ഓക്കെ. ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ മാർച്ച് 1 മുതൽ മാർച്ച് 26 വരെ അല്ലേ. യെസ്, ഇതാണ് നമ്മളുടെ കറൻ്റ് ഉള്ള P&L. നിങ്ങൾക്ക് നോക്കിയാൽ ഈ മന്തിൽ നമ്മൾ അവർക്ക് ടാക്സ് ആയിട്ടും കാര്യങ്ങളായിട്ടൊക്കെ നമ്മൾ പോയിട്ടുള്ളത് ഏകദേശം 1730 രൂപയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. സോ നെറ്റ് P&L കറൻ്റ് എത്രയാണ്, 32 ആണ്. സോ ചാർജസ് കൂടെ കുറച്ച് കഴിഞ്ഞാൽ 30,000 രൂപയാണ്. സോ ഇത് എന്തിനാണ് ഞാൻ തരുന്നത് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം പ്രോപ്പറായിട്ട് നമ്മളുടെ ബ്രേക്ക് ഈവൻസും ക്വാണ്ടിറ്റി കണ്ടോ. ഇവിടെ ക്വാണ്ടിറ്റി ഒക്കെ നോക്കിയാൽ പ്രോപ്പർ പൊസിഷൻ സൈസിങ്ങിലാണ് നമ്മുടെ കാര്യങ്ങൾ പോകുന്നത്. എല്ലാവരും ഇത് മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം എന്താണ്, ഒരു നല്ല പ്ലാൻ നമുക്കുണ്ട്, ആ പ്ലാൻ ത്രൂ ഔട്ട് ഹോൾഡ് ചെയ്യും. ഇപ്പം നമ്മളെന്താണ് പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് അല്ലേ. ഇപ്പോൾ നമ്മൾ പ്രോപ്പർ റിസ്ക് റിവാർഡ്, പ്രോപ്പർ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് അല്ലേ. ഇനി നമുക്ക് അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്കിത് ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. ഫസ്റ്റ് ബുക്ക് ചെയ്താൽ മാത്രമേ ട്രെയിലിങ്ങിലിട്ട് പോയിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും ബുക്കും ചെയ്യില്ല, എല്ലാ ദിവസവും ഇരുന്ന് ട്രെയിൽ ചെയ്യും, മനസ്സിലാവും. പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ട പ്രോപ്പർ സോണിൽ ബുക്ക് ചെയ്യണം. അതേപോലെ ഇപ്പം നമ്മൾ എടുക്കുന്നത് എന്താ, ചെറിയ ടൈം ഫ്രെയിമിലേക്ക് ഒരു കൺഫർമേഷൻ എടുത്ത് ട്രേഡ് ചെയ്യണം. സോ ഇവിടെ ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുമോ, എല്ലാവർക്കുള്ള ചോദ്യമാണ്. അങ്ങനെ ചെയ്യുന്നത് ഓപ്ഷനിൽ ശരിക്കും പറ്റാത്ത കാര്യമാണ്. യെസ് ഫൈൻ, അത് അറിയാതെ ചെയ്യുന്നത് വളരെ പറ്റാത്ത കാര്യം തന്നെയാണ്. അവിടെ നമുക്ക് കുറേ മിസ്റ്റേക്സ് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് കൈയാണ്. പക്ഷേ അറിഞ്ഞുകൊണ്ട് പ്രോപ്പറായിട്ട് മാർക്കറ്റിൻ്റെ ഇമ്പൾസീവ് കറക്റ്റീവ് മൂവ്മെൻറ്റോ മാർക്കറ്റിൻ്റെ ടൈം ഡീക്ക് ഇത്ര ടൈമിനുള്ളിലായിരിക്കും മാർക്കറ്റ് എവിടെ എത്തുക എന്നൊക്കെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പറയാൻ പറ്റി കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള എക്സിക്യൂഷൻസ്, പ്രോപ്പറായിട്ടുള്ള പ്രോഫിറ്റ് നിങ്ങൾക്ക് എടുക്കാം, ആ ടൈം ഫ്രെയിം പ്ലാൻസിൽ എടുക്കാം, മനസ്സിലായോ. സോ ഇതിപ്പോൾ നമ്മൾ കണ്ടത് ജസ്റ്റ് സ്റ്റാർട്ടിങ് മാത്രമാണ് നമ്മളുടെ ഈ ഒരു കണ്ടീഷൻ. സോ ഇതിൻ്റെ അടുത്ത ലെവൽ സ്റ്റെപ്സിലേക്ക് നമ്മൾ പോകും. സോ ഇതാണ് നമ്മുടെ കറൻ്റ്ലി സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഏകദേശം 2000 രൂപ റിസ്കിൽ 2500 രൂപ അല്ലേ 2000 റുപ്പീസാണ്. എല്ലാ ട്രേഡ്സും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഇവിടെ റെഡ് നോക്കിയാൽ മതി, 2000, 1600, 2200, 2700, 2000, 1800, 2000 കണ്ടോ. ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് 2700 ആണ് അല്ലേ. സോ കമ്പാരിറ്റീവ്ലി നമ്മൾ പറയുന്ന കാര്യം പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ് ചെയ്യുക. നല്ല റിസ്ക് ഒരുപാട് എൻട്രീസ് നമുക്ക് കറൻ്റ്ലി ഇവിടെ 1, 2 അല്ലേ 3 അല്ലേ, ഏറ്റവും നല്ല ഒരു 3 നോക്കിയേ, 3 ട്രേഡ് ഉണ്ട്. അതിൻ്റെ RR നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം 9000 റുപ്പീസ് എന്ന് പറഞ്ഞാൽ 2, 4, 6, 8 മനസ്സിലാവും. 1:4 ട്രേഡാണ് ഇവിടെ കാണാൻ വേണ്ടി, ഈ 2 നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളത്. ഇത് 1:3 ആണ്. സോ അതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. സോ അവിടെ നല്ല നല്ല എക്സിക്യൂഷൻസും ട്രേഡ്സും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ സിമ്പിളായിട്ട് കവർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റും. സോ പ്ലാൻസ് ഇല്ല. സോ ഇത് സിനാരിയോ മാർക്കറ്റിൽ വരുന്ന കണ്ടീഷനാണ്. എപ്പോഴും അത് ലോജിക്കലി ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നല്ല ബ്രേക്ക് ഔട്ട് ട്രേഡ്സ് ഒക്കെ എടുക്കുന്നവർക്ക് നല്ലൊരു പ്രോഫിറ്റ് കഴിഞ്ഞ വീക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടാവും അല്ലേ. സോ നമ്മളെ സംബന്ധിച്ച് എന്താണ്, നമ്മൾ 2 ബ്രേക്ക് ഈവൺ ആയിരുന്നു, ഒരു SL നമ്മൾ ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ വിത്തൗട്ട് പ്ലാൻ, അതുപോലെ നമ്മൾ പറയുന്ന പ്രോപ്പർ സ്ഥലത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും വെച്ചിട്ട് നമ്മൾ വലിയ കഥ പറയാൻ പോകുന്നില്ല. റിയാലിറ്റി, ഒരു ട്രേഡറിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത് ഇതാണ്.
സോ ഈ ഒരു റിയാലിറ്റി കാണിക്കാൻ പല ആളുകളും മടിക്കുന്നുണ്ട്. സോ എന്തിനാണ് മടിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. സോ നമ്മൾ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ ആ റിസ്ക് മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. മനസ്സിലായോ? അത് പ്രോപ്പറായിട്ട് വരാം. ബാക്കി കാര്യങ്ങൾ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ പഠിക്കാം. മനസ്സിലായോ? അപ്പോൾ അത്ര ഉള്ള കാര്യങ്ങൾ. ഇപ്പോൾ മന്ത് എൻഡിൽ എന്ത് വേണം നമുക്ക്? മന്ത് എൻഡിലേക്ക് നമുക്കൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണം. ഒരു മാസം കഷ്ടപ്പെട്ടിരുന്ന് ട്രേഡ് ചെയ്തിട്ട് ഒരു മാസം അവസാനമാകുമ്പോൾ ഒന്നുമില്ലെങ്കിൽ എടുക്കുന്ന എഫേർട്ടും ഇതിൻ്റെ പുറകെ ഇരിക്കുന്നത് വേസ്റ്റ് അല്ലേ? സോ അതെല്ലാവരും മനസ്സിലാക്കുക. എന്നിട്ട് ആ ഒരു ലെവലിലേക്ക് വരാം. ഡെയിലി ട്രേഡ് എടുക്കുക, ഡെയിലി പ്രോഫിറ്റ് ആവുക എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് മാറിയിട്ട് മന്ത് എൻഡിൽ പ്രോഫിറ്റ് ആവുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് എല്ലാവരും എത്താൻ ശ്രമിക്കുക. എന്നാൽ മാത്രമാണ് ഇത് നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ കഥ പറഞ്ഞ് അധികം വലിച്ചു കിട്ടുന്നില്ല. സോ വൈൻഡപ്പ് ചെയ്താലോ? സോ ഇത്രേ ഉള്ളൂ. നമ്മളുടെ നെക്സ്റ്റ് സെക്ഷൻസ് കാര്യങ്ങളെല്ലാവരും നോക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം കമൻ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും എന്ത് ചെയ്യണം? ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക്, ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിലേക്കൊക്കെ നമ്മുടെ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എനിക്ക് അപ്ഡേറ്റ് ചെയ്താലാണ് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. സോ കൂടുതൽ പറഞ്ഞ് വലിച്ചിരുന്നില്ല. ഇസ്മി അഭിജിത്ത് സൈനിങ് ഓഫ്.